എല്ലാവർക്കും നമസ്കാരം. പതിവുപോലെ മകരവിദ്യയുടെ പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഇടുക്കി മരിയാപുരത്താണ് വന്നിരിക്കുന്നത്. മരിയാപുരത്തെ ഒരു കർഷകനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പേര് സോമി ജോൺ. സോമി ജോൺ. ഓക്കെ, ഇദ്ദേഹം മരിയാപുരത്തെ നല്ലൊരു മികച്ച കർഷകനാണ്. എത്ര വർഷമായി ഇപ്പോൾ കൃഷിയിൽ സജീവമായിട്ട്? കൃഷിയിലൊരു 40 വർഷം എടുത്തായി. 40 വർഷമായി. നമ്മൾ കുരുമുളക് ഏതാണ് ചെയ്യുന്നത്? കുരുമുളക് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് കരിമുണ്ടയാണ് ചെയ്യുന്നത്. കരിമുണ്ട, ഇത് മൊത്തം കരിമുണ്ട? മൊത്തം തന്നെ 90% കരിമുണ്ടയാണ്. എങ്ങനെയുണ്ട് ഈൽഡ്? കുരുമുളകിൽ ഏറ്റവും നല്ല ഇരാനെന്ന് പറഞ്ഞാൽ കരിമുണ്ട തന്നെയാണ്. എല്ലാ ഭാഗത്തും ഇടുക്കിയിലെ ഏത് ഭാഗത്ത് ചെന്നാലും കരിമുണ്ടത്തോട്ടങ്ങളാണ് കൂടുതൽ കാണുന്നത്. എന്തുകൊണ്ടാണ് കരിമുണ്ട നല്ലതെന്ന് പറയുന്നത്? ഉൽപ്പാദനത്തിൽ കൂടുതലുണ്ട്, തൂക്കത്തിലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. 3 കിലോയ്ക്ക് 1 കിലോ ഉണക്ക കിട്ടുന്നുണ്ട്. 500 ഉണക്കാണെങ്കിൽ 4 കൊന്നൊക്കെ കിട്ടുള്ളൂ. അത്രയും വ്യത്യാസമൊക്കെ ഉണ്ട്. ഇത് എത്ര വർഷമായി? ഇത് 4-ാം വർഷമായി. ഇത് മുഴുവൻ മുരിക്കല്ലേ കറിയുന്നത്? അതെല്ലാം തന്നെ മുരിക്കല്ല കറി. മുരിക്ക എങ്ങനെയുണ്ട് താങ്ങാലായിട്ട്? മുരിക്കാണ് ഹൈ റേഞ്ചിൽ ഇപ്പോൾ എല്ലാവരും തന്നെ മുരിക്കാണ് ഇടുന്നത്. ഇനിയുള്ള കാലത്തൊക്കെ ഓരോ ഇനമൊക്കെ മാറി മാറി ഓരോരുത്തർ ചെയ്യാൻ തുടങ്ങി. മുരിക്ക് വെട്ടാനൊന്നും ആളെ കിട്ടിയല്ല. അതുകൊണ്ട് പുതിയ മരത്തേലോട്ടൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും. തൊഴിലാളി പ്രശ്നം കാരണം ആണത് മാറി മാറി എല്ലാവരും പോവുകയാണ്. ഇപ്പോൾ ചെയ്യാൻ പോലും ആളില്ലെന്നായി. പിന്നെ ഇത് മെയിൻ കേടെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞപ്പ് കേടാണ് കുടിക്ക് പിടിക്കുന്നത്. അതൊന്നും നിയന്ത്രിക്കാനുള്ളൊരു മാർഗവും ഇതുവരെ കർഷകന് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ടാണ് കരിമണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കരിമണ്ടിന് ഏറ്റവും കൂടുതൽ വന്ന് മഞ്ഞപ്പാണ്. ഇത് എന്തേരം ഉണ്ടെന്ന് പറഞ്ഞാൽ മൊത്തം? ഇത് 400 ചെടി. 400 ചെടി. മൊത്തം കുരുമുളക് എന്തേരം ഉണ്ട്? മൊത്തം കുരുമുളക് 2000 ചെടിയെങ്കിലും. 2000. ഈ 400 എണ്ണത്തിൽ നിന്ന് എന്തേരം നമുക്ക് ഈൽഡ് കിട്ടും? ഈ കൊല്ലം ഈ 400 എണ്ണത്തിൽ നിന്ന് 1000 കിലോ മുളക് എടുത്ത് കിട്ടി. ഉണക്ക കിട്ടി. ഈ 400 എണ്ണത്തിൽ നിന്ന് 4-ാം കൊല്ലം ചെടിയാണത്. ഈ വർഷം വലിയ കുഴപ്പമില്ലാത്ത വില ഉണ്ടായിരുന്നു അല്ലേ? ഈ കൊല്ലം അത്യാവശ്യം വില ഉണ്ടായിരുന്നു. നല്ല ആവറേജ് വിലയുണ്ട്. എങ്കിലും ഇനിയുള്ള കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലേ തൊഴിലാളി പ്രശ്നം വേണം, കൂലി വർധനവ് ഇതെല്ലാം വരുമ്പം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരാം. നമ്മളിത് എത്ര അടി വരെ മുകളിലേക്ക് വിടും നമ്മുടെ ഒരു കൃഷി വെച്ച്? അത് മുരിക്കലാകുമ്പോൾ നമുക്കൊരു 20 അടി കൂടുതൽ പൊങ്ങി കിട്ടുള്ളൂ. അത് കൂടുതലൊന്നും കിട്ടിയല്ല. അന്തേക്കും കാറ്റടിക്കുമ്പോൾ മറിയാൻ പോവും. മരത്തേലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കയറ്റാമല്ലോ, പ്രശ്നമില്ല. ശരാശരി 20 അടി 25 അടിയാണ്. പന്നൂറിനെ കഴിഞ്ഞ ലാഭം ഇതാ? പന്നൂറിൻ്റെ കരട്ടി മെച്ചം കരിമുണ്ട തന്നെയാണ്. കരിമുണ്ടൊക്കെ കൂടിയാണ് മെച്ചം. നമ്മളിവിടെ തൈകളൊക്കെ എടുക്കുന്നത്? തൈ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദനം ഇതിൽ തന്നെ കൂടക്കകത്താക്കി നാട്ടിൻപുറത്ത് പോയി പുതിയ തൈ കൊണ്ടുവന്ന് അത് കൂടക്കകത്താക്കി ആണ് വയ്ക്കുന്നത് കൂടുതലും. ഇതിന് തൈകൾ എടുക്കുമോ? ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ തല വരുമ്പോൾ തന്നെടുത്ത് കൂടക്കകത്താക്കും. എന്നിട്ട് നല്ല ഇനം നോക്കി മാറ്റിയെടുക്കുക ചെയ്യുന്നത്. അതെങ്ങനെയാണ് എടുക്കുന്നത്? ഒന്ന് കാണിച്ചു തരാമോ? അത് എടുക്കാൻ ഇപ്പം പുതിയ തലകൾ ഉള്ള സമയം ചുമ്മാ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ പുതിയ ഇതാണ് എൻ്റെ തല എന്ന് പറയുന്നത്. അത് ഈ 2 മുട്ട ഇടപെട്ട് ഇവിടെ വെച്ചങ്ങ് മുറിക്കും. എന്നിട്ട് അത് കൂടക്കകത്താക്കി ചാണകപ്പൊടിയും മണലൊക്കെ ഇട്ട് നിറച്ച് അത് കുത്തി അന്നേരം അത് കിളുത്തോളൂ. അന്നേരം അത് കിളുക്കും. അത് മറ്റേ നാഗപതി രീതിയിലൊന്നും വെക്കണ്ട. വേണ്ട ഇതുപോലെ ചെയ്താൽ മതി. 2 മുട്ട ഇടപെട്ട് മുറിക്കുന്നു. എന്നിട്ട് കൂടക്കകത്താക്കി നല്ല തണലത്ത് ആക്കി അങ്ങ് വെക്കും. ഈ താഴെ കിടക്കുന്ന വള്ളി എടുക്കണ്ട അല്ലേ? ഈ കിടക്കുന്ന വള്ളി ഇങ്ങനെ താഴത്തോടെ കിടക്കുന്ന വള്ളി. എന്നിട്ട് ഇങ്ങനെ 2 മുട്ട വെച്ച് കുത്തി അങ്ങ് നട്ടു കഴിയുമ്പോൾ അത് മുളച്ച് വരും. അതാണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നല്ല ഇനത്തിന്റെ മാത്രം നോക്കി അങ്ങ് എടുത്ത് വയ്ക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ളത്. ഒരു 3 തണ്ട് വെച്ച് കുത്തും ഒരു കൂടക്കകത്ത്. അപ്പോൾ 2 തണ്ടെങ്കിലും പിടിക്കാം. അങ്ങനെ ഒരു 2 തണ്ട് നട്ടാൽ മതിയല്ലോ. ഇത് 3000 കുരുമുളക് നട്ട തോട്ടമായിരുന്നത്. 3000 കുരുമുളക് ചെടി 2018 ഫ്ലഡോട് കൂടി മൊത്തം പോയ തോട്ടമാണ്. ഇപ്പം എന്തോരം? ഇപ്പം ഇതിനകത്ത് കൂടി വന്ന 1000 ചെടിയെക്കുള്ളിൽ കാണിയില്ല. ആണോ? പഴയ ചെടിയായിട്ട് നിൽക്കുന്നത്. ഇതേതാ? കരിമുണ്ടേനോ? ഇത് കരിമുണ്ടേനോ? കരിമുണ്ട തന്നെയായിരുന്നു ഇതിനകത്ത് കൂടുതലും. ഇതിനകത്ത് ഇത്രം തോട്ടം നശിച്ചു പോയിട്ടും കൃഷി വകുപ്പിൽ നിന്ന് യാതൊരുവിധ സഹായവും കിട്ടിയിട്ടുമില്ല. അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയ്യോ, അപ്പം നിങ്ങളുടെ ഒരു പ്രധാന ഈൽഡല്ലായിരുന്നു അത്? എൻ്റെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ കുരുമുളക് കൃഷിയായിരുന്നു വർഷങ്ങളായിട്ട്. 2018 ഫ്ലഡോട് കൂടി പിന്നെ കുരുമുളക് തോട്ടം നഷ്ടവും ചെയ്തു. പിന്നെ പുതിയ കൃഷികൾ കാര്യമായിട്ട് ചെയ്യാതെയും ആയി. ഇങ്ങനെയാണ് ഈ മരിയാരം പഞ്ചായത്തിലെ കൊടികൾ എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഞ്ഞ കയറിയിട്ടല്ലേ? മഞ്ഞപ്പാണ്. അതിവിടെ നല്ല വാഴത്തോപ്പും കഞ്ഞിക്കുഴിയും കാമാഷിയും എല്ലാം ഈ കേട് തന്നെയാണ്. ഇതന്നേരം മറ്റു ചെടികളോട് കളയാൻ പറ്റില്ല. ഇല്ല, ഇതൊന്നും എല്ലാത്തിലും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമല്ലേ. വർണ്ണം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് മാറി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. നമ്മൾ ഇതിനകത്ത് ഏറ്റവും നല്ലൊരു വിളയായിട്ട് തോന്നിയത്? എനിക്കിതിനകത്ത് ഇപ്പോൾ ഏറ്റവും നല്ല വിള കൊക്കോ കൃഷിയിലോട്ടൊക്കെയാണ് താല്പര്യം. കുരുമുളകാണ് സാധാരണക്കാരന് കൃഷി ചെയ്യാൻ പറ്റിയൊരു വിളവ്. വലിയ ചെലവില്ല, അത്യാവശ്യം വരുമാനമുണ്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇറ്റ്സ് ബി ജോവിൻ കമണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്. താങ്ക് യു. ഓക്കെ.